നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരാളോടും ഒരു വിദ്വേഷവും ഇല്ലാതെ, ഒരാളോടും ഒരു വിദ്വേഷവും പാടില്ല. എന്നാൽ അൽ ഹബ്ബു ഫില്ലാ വൽ ബുഅ്ദു ഫില്ലാ, സീം വലിയുള്ളാന്റെ ജീവിതം അങ്ങനെ നമുക്ക് കാണിച്ചു തന്നത്. എല്ലാരെയും സ്നേഹിക്കണം. ആ സ്നേഹം അള്ളാഹുവിൻ്റെ വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ സ്നേഹം. വൽ ബുഗ്ദു ഫില്ലാ, അള്ളാഹിന്റെ വിഷയത്തിൽ കോപവും ഉണ്ടാകണം. സീം വലിയുള്ളാഹിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ചില ആളുകളോട് വലിയ ദേഷ്യം വെച്ചിട്ടുണ്ട്. മഹാനായ ഖുത്ബുൽ ആലമിന്റെ ഉറൂസിന്റെ ഭാഗമായിട്ട് ഈ വിനീതൻ നടത്തിയ ഒരു പ്രഭാഷണം ചില മുജാഹിദുകാര് അവരുടെ ഗ്രൂപ്പിലിട്ട് ഇങ്ങനെ ആഘോഷിക്കുന്നത് കണ്ട്, സീം വലിയുള്ളാഹി ഒരു ബിദ്അത്തുകാരനായ മൗലവിയുടെ പരിഭാഷ കരിച്ചു കളയാൻ പറഞ്ഞൊരു സംഭവം. അത് പറഞ്ഞതിന് ചില ആളുകൾക്ക് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് കണ്ടു. അത് ഞാൻ സീം വലിയുള്ളാന്റെ കറാമത്ത് പറഞ്ഞതല്ല, സീം വലിയുള്ളാഹിയുടെ ആദർശത്തിലുള്ള ആ വലിയ ആ ആദർശബോധം ഒരു ബിദ്അത്തുകാരനെ അടുപ്പിക്കാൻ പാടില്ല എന്ന വിശ്വാസം, ആ വിശ്വാസം പരാമർശിച്ചതാണ്. അല്ലാതെ സീം വലിയുള്ള പരിഭാഷ കരിച്ചു കളയാൻ പറഞ്ഞു എന്നുള്ളത് അത് കറാമത്തല്ല, അത് കറാമത്തല്ല. ആ കരിച്ചു കളഞ്ഞ പരിഭാഷ കിണറിലിട്ടപ്പോ ആ കിണർ മൂടിക്കളയാൻ സീം വലിയുള്ള പറഞ്ഞത് കറാമത്തല്ല. ആ കിണർ മൂടി തൊട്ടടുത്ത് തന്നെ വേറൊരു കിണർ കുഴിച്ചപ്പോ ആ കിണറും മൂടിക്കളയണം എന്നും സീം വലിയുള്ള പറഞ്ഞത് കറാമത്തല്ല, മറിച്ചോ അത്ര പോലും അടുപ്പിക്കാൻ പറ്റാത്തൊരു വിഭാഗമാണ് വിശ്വാസത്തിൽ ക്യാൻസർ ബാധിച്ച ബിദ്അത്തുകാർ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ശരീരത്തിന് ക്യാൻസർ വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ബേജാറാണ്. എന്നാൽ ക്യാൻസറും ഈ ആധുനിക കാലഘട്ടത്തിലൊക്കെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റിയ അസുഖങ്ങൾ മാത്രമാണ്. നമ്മുടെ വിശ്വാസത്തിന് ക്യാൻസർ ബാധിച്ചു പോയാൽ അത് വലിയ അപകടമാണ്. പിന്നെ ദുനിയാവിലും രക്ഷയുണ്ടാകൂല, ആഖിറത്തിലും നമുക്ക് രക്ഷയുണ്ടാകൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.